ഹലോ എവ്രിവൺ. അങ്ങനെ ഞങ്ങൾ കാത്തിരുന്ന ആ സുദിനം ആഗതമായിരിക്കുകയാണ്. യെസ്, ട്രിപ്പ് ടു പാരീസ്. ഞങ്ങൾ ഈ പെട്ടിയും തൂക്കി കറങ്ങി നടക്കുന്നത് വേറെ എവിടെയല്ല, ജർമ്മനിയിലെ തന്നെ ലാർജസ്റ്റ് എയർപോർട്ടായ ഫ്രാങ്ക്ഫർട്ട് am Mainലാണ്. ലാർജസ്റ്റ് ആയതുകൊണ്ട് തന്നെ നടന്ന് മടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ നിന്ന് 55 മിനിറ്റ്സ് ഫ്ലൈയിങ്. ആഫ്റ്റർ ദാറ്റ് അവർ ഡ്രീം ഡെസ്റ്റിനേഷൻ ലുഫ്താൻസയിലൂടെ പാരീസിലേക്കുള്ള യാത്ര. അതൊരു വല്ലാത്ത അനുഭവമായിരുന്നു. ഫ്ലൈറ്റ് പാരീസിനോട് അടുക്കും തോറും ഞങ്ങളുടെ ക്യൂരിയോസിറ്റി കൂടിക്കൂടി വന്നു. അറ്റ് ദ എൻഡ് വിൻഡോസിലൂടെ ഒരു മിന്നായം പോലെ ഞങ്ങളത് കണ്ടു. എന്ത്? അതേന്ന്, ഐഫിൽ ടവർ. പാരീസ് എയർപോർട്ടിൽ എത്തിയ ശേഷം ഞങ്ങൾ നേരെ പോയത് സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. അതും എയർപോർട്ടിൽ നിന്നും ഡയറക്റ്റ് മെട്രോയിൽ. ഞങ്ങളുടെ 5 days ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ നേരെ എൻക്വയറിയിൽ പോയി 5 days വീക്ക്ലി ടിക്കറ്റ് എടുത്തു. നാവിഗോ വീക്ക്ലി ടിക്കറ്റ് എന്ന് പറയും. 35 യൂറോയാണ് ചാർജസ് ആയത്. ഈ ടിക്കറ്റ് യൂസ് ചെയ്ത് 1 വീക്ക് എല്ലാ പബ്ലിക് ട്രാൻസ്പോർട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഒന്നും നോക്കില്ല, നേരെ ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് വിട്ടു. പാരീസ് സെൻട്രലിലേക്ക് 20 മിനിറ്റ്സ് ട്രാവൽ മാത്രമാണ് ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഉള്ളത്. 3 പേർക്ക് അടിപൊളിയായിട്ട് താമസിക്കാൻ പറ്റിയ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി എസ്തെറ്റിക് അപ്പാർട്ട്മെൻറ്റ്, ഇൻക്ലൂഡിങ് 2 bedrooms, കിച്ചൺ ആൻഡ് ലിവിംഗ് റൂം. കിച്ചണിലാണെങ്കിൽ തന്നെ എല്ലാ ഹോം അപ്ലയൻസസും അത്യാവശ്യം ഗ്രോസറീസും ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് 150 യൂറോ മാത്രമാണ് പെർ ഹെഡ് അക്കോമഡേഷൻ എക്സ്പെൻസ് ആയത്. പോലീസ് സർവീസും പറയാതെ വയ്യ. അങ്ങനെ ഞങ്ങൾ അപ്പാർട്ട്മെൻറ്റ് ഏരിയ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങിയപ്പോഴാണ് പാരീസിലെ തന്നെ വൺ ഓഫ് ദ ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ആയ ദ ഗ്രാൻഡ് ആർക്ക് ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ നിയറസ്റ്റ് ആണെന്ന് മനസ്സിലായത്. അങ്ങനെ അവിടെ എത്തിയപ്പോഴോ ഒരു യമണ്ടൻ ക്യൂബും കുറേ മോഡേൺ ബിൽഡിങ്സും. അങ്ങനെ നൈറ്റ് ഫുൾ അവിടെ വൈബ് ചെയ്ത് ഒരു തോൽവി റീൽസും കുറേ ഫോട്ടോസും ഒക്കെ എടുത്ത് തിരിച്ച് അപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നു. ഡേ 1 മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. അപ്പോൾ ഡേ 2 വിശേഷങ്ങളുമായി ഉടനെ വരാം. അതുവരേക്കും ബൈ.